അപ്പോൾ നമ്മൾ കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷൻ എന്ന ആ ഒരു എസ്എ ക്വസ്റ്റ്യനിലെ 3 പോയിന്റ്സുകളാണ് കംപ്ലീറ്റ് ആയത്. ഇനി നമ്മൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് മാക്സ് വെബറും മാർക്ക് ടിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് വെസ്റ്റേൺ ഇമാജിനേഷനെ കുറിച്ച് അനലൈസ് ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ ഡിസ്കഷൻ നടത്താനുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കൂ, മാക്സ് വെബർ എന്താ പറയുന്നത്? അതായത് സോഷ്യൽ ചേഞ്ച് ഈസ് ഡ്രൈവൺ ബൈ റാഷണലൈസേഷൻ ഓഫ് ഐഡിയാസ്, വാല്യൂ ആൻഡ് ആക്ഷൻ. അതായത് സാമൂഹിക മാറ്റങ്ങൾ ചിന്തകളുടെയും മൂല്യങ്ങളുടെയും അതേപോലെ തന്നെ പ്രവർത്തനങ്ങളുടെയും യുക്തിവൽക്കരണത്തിലൂടെയാണ് സംഭവിക്കുന്നത്. സോഷ്യൽ ചേഞ്ച് ഈസ് ഡ്രൈവൺ ബൈ റാഷണലൈസേഷൻ ഓഫ് ഐഡിയാസ്, വാല്യൂസ് ആൻഡ് ആക്ഷൻ. സാമൂഹിക മാറ്റം എന്നത് ഏതിലൂടെയാണ് സംഭവിക്കുന്നത്? സാമൂഹിക മാറ്റങ്ങൾ ചിന്തകളിലൂടെയും അതേപോലെ തന്നെ മൂല്യങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും റാഷണലൈസേഷനിലൂടെയൊക്കെയാണ് സാമൂഹിക മാറ്റം സംഭവിക്കുന്നത് എന്നാണ് മാക്സ് വെബർ വ്യക്തമാക്കിയത്. അടുത്തതായിട്ട് എന്താ പറയണത് നോക്കൂ. വെബർ ആർഗ്യൂഡ് ഹിന്ദുയിസം ലാക്ക്ഡ് റാഷണൽ സ്പിരിറ്റ് നീഡഡ് ഫോർ മോഡേൺ ക്യാപിറ്റലിസം. ആധുനിക ക്യാപിറ്റലിസത്തിന് ആവശ്യമായ, അതായത് മോഡേൺ ക്യാപിറ്റലിസത്തിന് ആവശ്യമായിട്ടുള്ള അതായത് സ്പിരിച്വൽ നീഡഡ് ആയിട്ടാണ് ഏതിനെ കാണുന്നത്? ഹിന്ദു മതത്തെ കാണുന്നത്. വെബർ ആർഗ്യൂഡ് ഹിന്ദുയിസം ലേഫ്ഡ് റാഷണൽ സ്പിരിറ്റ് നീഡഡ് ഓഫ് മോഡേൺ ക്യാപിറ്റലിസം. മോഡേൺ ക്യാപിറ്റലിസത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സ്പിരിറ്റ് അതായത് റാഷണൽ സ്പിരിറ്റ്, യുക്തിസഹമായിട്ടുള്ള ആത്മാവായിട്ടാണ് ഹിന്ദുയിസത്തെ വെബർ വ്യക്തമാക്കുന്നത്. ഇപ്പൊ മോഡേൺ ക്യാപിറ്റലിസത്തിന് ആവശ്യമായിട്ടുള്ള റാഷണൽ സ്പിരിറ്റ് ആയിട്ടാണ് വെബർ ഏതിനെ കാണുന്നത്? ഹിന്ദുയിസത്തെ കണക്കാക്കുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, അതർ വേർഡ്ലി മിസ്റ്റിസം ഡിസ്കറേജ്ഡ് മെറ്റീരിയൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. അതായത് അതർ വേർഡ്ലി മിസ്റ്റിസം ഡിസ്കറേജ്ഡ് മെറ്റീരിയൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ഇവിടെ എന്തിനെ തടഞ്ഞുകൊണ്ടാണ്? അതായത് അതർ വേർഡ്ലി മിസ്റ്റിസം ഡിസ്കറേജ്ഡ് മെറ്റീരിയൽ ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. ലോകത്യാഗത്തെ മുൻനിർത്തിയ ആത്മീയ, ഭൗതിക, സാമ്പത്തിക പുരോഗതിയെ തടഞ്ഞു. അതായത് മിസ്റ്റിസത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ ആയാലും സാമ്പത്തികപരമായിട്ടുള്ള ഗ്രോത്ത് ആയാലും അതിനെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഡിസ്കറേജ് ചെയ്തു. ലോകത്യാഗത്തെ മുൻനിർത്തിയ ആത്മീയ, ഭൗതിക, സാമ്പത്തിക പുരോഗതിയെ തടയുകയാണ് ചെയ്തത്. And then next point, scholars criticized Weber, saying Indian business community supported capitalism. ഇന്ത്യയിലെ പല വ്യാപാര സമൂഹങ്ങളും ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന ചെയ്തതായി പണ്ഡിതർ വെബറിന്റെ വാദത്തെ വിമർശിച്ചു. സ്കോളേഴ്സ് ക്രിറ്റിസൈസ്ഡ് വെബർ, സെയിങ് ഇന്ത്യൻ ബിസിനസ് കമ്മ്യൂണിറ്റി സപ്പോർട്ടഡ് ക്യാപിറ്റലിസം. ഇന്ത്യയിലെ വ്യാപാര സമൂഹങ്ങൾ ക്യാപിറ്റലിസത്തിന്റെ വളർച്ചയ്ക്ക് സംഭാവന ചെയ്തതായി പണ്ഡിതർ വെബറിന്റെ വാദത്തെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? വിമർശിക്കുകയാണ് ചെയ്തത്. ആൻഡ് ദെൻ അടുത്തതായിട്ട് എന്താ പറയുന്നത്? ക്യാപിറ്റലിസം ഇൻ ഇന്ത്യ ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ഇൻ ഈസ് ഓവൺ കൾച്ചറൽ കണ്ടക്സ്റ്റ്, നോട്ട് വെസ്റ്റേൺ മോഡൽ. ഇന്ത്യയിലെ ക്യാപിറ്റലിസം പാശ്ചാത്യ മാതൃക പകർത്താതെ ഇന്ത്യൻ സാംസ്കാരിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്നാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ക്യാപിറ്റലിസം ഇൻ ഇന്ത്യ ഷുഡ് ബി അണ്ടർസ്റ്റുഡ് ഇൻ ഈസ് ഓവൺ കൾച്ചറൽ കണ്ടക്സ്റ്റ്, നോട്ട് വെസ്റ്റേൺ മോഡൽ. ഒരിക്കലും ഒരു വെസ്റ്റേൺ മോഡലിൽ ഉപയോഗിക്കാതെ ഇന്ത്യയിലെ ക്യാപിറ്റലിസം വെസ്റ്റേൺ മോഡൽ സ്വീകരിക്കാതെ ഇന്ത്യയിലെ തന്നെ സാംസ്കാരിക സാമ്പത്തിക സാഹചര്യങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിലെ ക്യാപിറ്റലിസം ഒരിക്കലും ഒരു വെസ്റ്റേൺ മോഡൽ പകർത്താതെ തന്നെ ഇന്ത്യയിൽ നിന്നുകൊണ്ടുള്ള സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് രൂപം കൊണ്ടിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആര് അനൗൺസ് ചെയ്തത്? മാക്സ് വെബർ. അടുത്തത് മാർക്ക് ട്വെയിൻ എന്താണ് വ്യക്തമാക്കിയത് നോക്കൂ. മാർക്ക് ട്വെയിൻ വിസിറ്റഡ് ഇന്ത്യ ഇൻ 1896. മാർക്ക് ട്വെയിൻ
1886 ഇന്ത്യ വിസിറ്റ് ചെയ്തു, ഇന്ത്യ സന്ദർശിച്ചു. ഹി ഡിസ്ക്രൈബ്ഡ് ഇന്ത്യ ആസ് ദ കാർഡിൽ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ ആൻഡ് ട്രഡീഷൻ. അതേപോലെ തന്നെ ഇന്ത്യയെ മനുഷ്യ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഉത്ഭവഭൂമിയായി അദ്ദേഹം വിശേഷിപ്പിച്ചു. He described India as the cradle of human civilization. മനുഷ്യ നാഗരികതയുടെയും ട്രഡീഷൻ പാരമ്പര്യത്തിന്റെയും ഒരു ഉത്ഭവ ഭൂമിയായിട്ടാണ് മാർക്ക് ട്വെയിൻ ഇന്ത്യയെ പരാമർശിച്ചത്. ഹി ഡിസ്ക്രൈബ്ഡ് ഇന്ത്യ ആസ് ദ കാർഡിൽ ഓഫ് ഹ്യൂമൻ സിവിലൈസേഷൻ ആൻഡ് ട്രഡീഷൻ. ഇന്ത്യയെ മനുഷ്യ സംസ്കാരത്തിന്റെയും ട്രഡീഷൻ പാരമ്പര്യത്തിന്റെയും ഉത്ഭവ ഭൂമിയായിട്ടാണ് മാർക്ക് ട്വെയിൻ ഇന്ത്യയെ പരാമർശിച്ചത്. ആൻഡ് ദെൻ പ്രൈസ്ഡ് ഇന്ത്യ ആസ് എ ലാൻഡ് ഓഫ് ഇമാജിനേഷൻ, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി. ഇന്ത്യൻ ജനങ്ങളെ പ്രൈസ്ഡ് ഇന്ത്യ ആസ് എ ലാൻഡ് ഓഫ് ഇമാജിനേഷൻ, കൾച്ചർ ആൻഡ് ഹിസ്റ്ററി. അതേപോലെ തന്നെ ഈ ഇന്ത്യയുടെ സംസ്കാരത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം പ്രശംസിക്കുകയാണ് ചെയ്തത്. പ്രൈസ്ഡ് ഇന്ത്യ ആസ് എ ലാൻഡ് ഓഫ് ഇമാജിനേഷൻ. ഇന്ത്യയുടെ സാംസ്കാരികപരമായും ചരിത്രപരമായിട്ടുള്ള ഈ ഭൂമിയെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്, വളരെയധികം പ്രശംസിച്ചു. Indians were described as pleasant, kind and accommodating people. ഇന്ത്യയിലെ ജനങ്ങൾ സ്നേഹമുള്ളവരും സഹകരണ മനോഭാവമുള്ളവരുമായി വിവരിച്ചു. ഇപ്പൊ മാർക്ക് ട്വെയിൻ ഇന്ത്യയെ നല്ല രീതിയിലാണ് പറയുന്നത് കേട്ടോ. ഇന്ത്യൻസ് were described as pleasant, kind and accommodating people. ഇന്ത്യൻ ജനങ്ങള് സ്നേഹമുള്ളവരും സഹകരണ മനോഭാവമുള്ളവരുമായിട്ട് ഇന്ത്യൻ ജനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ആൻഡ് ദെൻ admired India's ancient civilization, natural wealth and intellectual tradition. ഇന്ത്യയുടെ പുരാതന സംസ്കാരം, പ്രകൃതി സമ്പത്ത്, ഭൗതിക പാരമ്പര്യം എന്നിവയെ അദ്ദേഹം അഭിനന്ദിച്ചു. അഡ്മിറേഡ് ഇന്ത്യാസ് ആൻഷ്യന്റ് സിവിലൈസേഷൻ, നാച്ചുറൽ വെൽത്ത് ആൻഡ് ഇന്റലക്ച്വൽ ട്രഡീഷൻ. ഇന്ത്യയുടെ പുരാതന സംസ്കാരത്തെക്കുറിച്ചും ആൻഷ്യന്റ് സിവിലൈസേഷനെ കുറിച്ചും നാച്ചുറൽ വെൽത്ത് പ്രകൃതി സമ്പത്തിനെ കുറിച്ചും ഭൗതിക ഇന്റലക്ച്വൽ ട്രഡീഷൻ ഭൗതിക പാരമ്പര്യത്തെ കുറിച്ച് അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറയുന്നത്, അഭിനന്ദിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മാർക്ക് ട്വെയിനിന്റെയും മാക്സ് വെബറുടെയും കാഴ്ചപ്പാടുകൾ. അപ്പൊ കൊളോണിയൽ ആൻഡ് വെസ്റ്റേൺ ഇമാജിനേഷൻ എന്ന ഈ ഒരു ടോപ്പിക്കില് 5 ആളുകളുടെ കൺസെപ്റ്റ് ആണ് നമ്മൾ പല ടോപ്പിക്കുകളിലായിട്ട് പഠിച്ചത്. മെക്കാളേന്റെ മിന്യൂട്ട്, ജെയിംസ് മിൽ ഡിസ്ക്രിപ്ഷൻ, അതേപോലെ തന്നെ ഹെഗലെ, മാക്സ്, ഏഗിൾസ് അവരുടെ ഒപ്പീനിയൻസ്, മാക്സ് വെബറിന്റെ കാഴ്ചപ്പാട്, മാർക്ക് ട്വെയിനിന്റെ കാഴ്ചപ്പാട്. അപ്പൊ ഇത്രയും കാര്യങ്ങളായി ആണ് ഈ ഒരു എസ്സേ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഈ 5 ആളുകളുടെ തിയറിയും ഷോർട്ടായിട്ടാണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത്. അത് അത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് എടുക്കാനുള്ള ടോപ്പിക്ക് കൾച്ചറൽ എൻകൗണ്ടർ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഈസ്റ്റിലെയും വെസ്റ്റിലെയും സംസ്കാരത്തെ കുറിച്ചാണ് നമുക്ക് ഇനി അനലൈസ് ചെയ്യാനുള്ളത്. അതെന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻറ്. അപ്പൊ നമ്മൾ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. കൾച്ചറൽ എൻകൗണ്ടർ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അതായത് സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ എവിടൊക്കെ, ഈസ്റ്റിലെയും വെസ്റ്റിലെയും. കൾച്ചറൽ എൻകൗണ്ടർ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഇപ്പൊ ഈസ്റ്റേൺ ഭാഗത്തും വെസ്റ്റേൺ ഭാഗത്തും സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നാണ് നമ്മളിവിടെ വിശദീകരണം നടത്തുന്നത്. ദ ബ്രിട്ടീഷ് ഡെസ്ക്രൈബ്ഡ് ഇന്ത്യ ബേസ്ഡ് ഓൺ ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇമാജിനേഷൻ. ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കുറിച്ച് സ്വന്തം കാഴ്ചപ്പാടുകളും സങ്കല്പങ്ങളും അടിസ്ഥാനമാക്കി വിവരണം നൽകി. ഇപ്പൊ ബ്രിട്ടീഷുകാര് അവരുടെ ഇന്ത്യയെ കുറിച്ചിട്ട് അവരുടേതായ കാഴ്ചപ്പാടുകളിലൂടെയും സങ്കല്പങ്ങളിലൂടെയുമാണ് വിവരണം നൽകിയത്. ദ ബ്രിട്ടീഷ് ഡെസ്ക്രൈബ്ഡ് ഇന്ത്യ ബേസ്ഡ് ഓൺ ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇമാജിനേഷൻ. ബ്രിട്ടീഷുകാരെ ഇന്ത്യയെക്കുറിച്ച് സ്വന്തം കാഴ്ചപ്പാടുകളിലൂടെയും സങ്കല്പങ്ങളെയും അടിസ്ഥാനമാക്കിയാണ് വിവരണം നൽകിയത്. ദീസ് ഡിസ്ക്രിപ്ഷൻ വേർ യൂസ്ഡ് ടു ജസ്റ്റിഫൈ ദ കണ്ടിന്യൂഷൻ ആൻഡ് എക്സ്പാൻഷൻ ഓഫ് കൊളോണിയൽ റൂൾ. ഈ വിവരണങ്ങൾ ഇന്ത്യയിലെ കോളനി വാഴ്ച നീട്ടാനും ന്യായീകരിക്കാനുമായിരുന്നു. അപ്പൊ ബ്രിട്ടീഷുകാര് ഇന്ത്യയെക്കുറിച്ച് അവരുടേതായിട്ടുള്ള സങ്കല്പങ്ങൾ നൽകിയെങ്കിലും അത് എന്തിനു വേണ്ടിയായിരുന്നു എന്നാ പറയണേ. ദിസ് ഡിസ്ക്രിപ്ഷൻ വേർ യൂസ്ഡ് ടു ജസ്റ്റിഫൈ ദ കണ്ടിന്യൂഷൻ
ആൻഡ് എക്സ്പാൻഷൻ ഓഫ് കൊളോണിയൽ റൂൾ. ഈ വിവരണങ്ങൾ ഇന്ത്യയിലെ കോളനി വാഴ്ചയെക്കുറിച്ച് പറയാനും ന്യായീകരിക്കാനുമായിരുന്നു. ആൻഡ് ദെൻ തേർഡ് പോയിന്റിൽ എന്താ പറയുന്നത്? ഫ്രം ദ ലേറ്റ് 19th ആൻഡ് ഏർലി 20th century ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഗ്രാജുവലി സ്പ്രെഡ് ഇൻ ഇന്ത്യ. 19ാം നൂറ്റാണ്ടിലും 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും ഇവിടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വ്യാപിക്കുന്നതിനും കാരണമായി. The rise of the middle class increased public awareness about colonial views of India. അതേപോലെ തന്നെ ഒരു മധ്യവർഗത്തിന്റെ ഉദയത്തോടെ ഇന്ത്യക്കാർക്ക് കോളനി കാഴ്ചപ്പാടുകളെ കുറിച്ച് ബോധമുണ്ടായി. അപ്പൊ 19-20 നൂറ്റാണ്ടുകളായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉയർന്നു വന്നു. അതിന്റെ ഫലമായിട്ട് ഒരു റൈസ് ഓഫ് ദ മിഡിൽ ക്ലാസ്, ഒരു മധ്യവർഗത്തിന്റെ ഉദയത്തോടു കൂടി ഇൻക്രീസ്ഡ് പബ്ലിക് അവയർനെസ് അബൌട്ട് കൊളോണിയൽ വ്യൂ ഓഫ് ഇന്ത്യ. മധ്യവർഗത്തിന്റെ ഉദയത്തോടു കൂടി ഇന്ത്യക്കാർക്ക് കോളനി കാഴ്ചപ്പാടുകളെ കുറിച്ചൊരു ബോധം ഉണ്ടാകുന്നതിനും ഒരു അവയർനെസ് ഉണ്ടാകുന്നതിനും കാരണമായി. Indian began to question and oppose based and derogatory colonial assumption. അതേപോലെ തന്നെ ഇന്ത്യയെ കുറിച്ചുള്ള ഇന്ത്യൻസ് ബിഗാൻ ടു ക്വസ്റ്റ്യൻ ആൻഡ് ഒപ്പോസ് ബേസ്ഡ് ആൻഡ് ഡെറിഗേറ്ററി കൊളോണിയൽ അസംഷൻ. ഇന്ത്യയെ കുറിച്ചുള്ള പക്ഷാപാതപരവും അവഹേളനപരമായ ധാരണകൾക്ക് ഇന്ത്യക്കാർ എന്ത് പ്രകടിപ്പിക്കാൻ തുടങ്ങി? ഒപ്പോസ് പറഞ്ഞാൽ എതിർപ്പ് പ്രകടിപ്പിക്കാൻ തുടങ്ങി, ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഇന്ത്യൻ ബിഗാൻ ടു ക്വസ്റ്റ്യൻ ആൻഡ് ഒപ്പോസ് ബേസ്ഡ് ആൻഡ് ഡെറിഗേറ്ററി കൊളോണിയൽ അസംഷൻ. കോളനി ഭരണത്തിനെതിരെ ഇന്ത്യയെ അവഹേളിക്കുന്ന തരത്തിലുള്ള കോളനി ഭരണ രീതിക്കെതിരെ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ചോദ്യം ചെയ്യുന്നതിനും എതിർക്കുന്നതിനും കാരണമായി തീർന്നു. അതേപോലെ തന്നെ ദ പ്രിന്റിംഗ് പ്രസ് ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് വെർണാങ്കുലർ ലാംഗ്വേജ് സ്ട്രെങ്തൻഡ് കമ്മ്യൂണിക്കേഷൻ. അതേപോലെ തന്നെ പ്രിന്റിംഗ് പ്രസ്, ഇംഗ്ലീഷില് ഒരു പ്രിന്റിംഗ് പ്രസ് ആരംഭിച്ചതും അച്ചടി യന്ത്രത്തിന്റെ വരവും അതേപോലെ തന്നെ മറ്റു ലാംഗ്വേജുകൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ തുടങ്ങിയതൊക്കെ ഇന്ത്യക്കാർക്ക് ശക്തി, ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് ഭാഗങ്ങളിൽ ആളുകളിൽ ഒരു ഊർജം സൃഷ്ടിക്കുന്നതിന് കാരണമായി. ദ പ്രിന്റിംഗ് പ്രസ് ഇൻ ബോത്ത് ഇംഗ്ലീഷ് ആൻഡ് വെർണാങ്കുലർ ലാംഗ്വേജ് സ്ട്രെങ്തൻഡ് കമ്മ്യൂണിക്കേഷൻ. Indian scholars and leaders developed a critical view of Western culture. ഇന്ത്യൻ സ്കോളേഴ്സ് പറഞ്ഞ ഇന്ത്യൻ പണ്ഡിതന്മാരും ലീഡേഴ്സ് നേതാക്കന്മാരും പാശ്ചാത്യ സംസ്കാരത്തെ വിമർശിക്കുകയും സ്വന്തം സംസ്കാരത്തെ വിലയിരുത്തുകയും ചെയ്തു. പാശ്ചാത്യ സംസ്കാരത്തെ വിമർശിക്കുന്നതിലൂടെ സ്വന്തം സംസ്കാരത്തെ എന്ത് ചെയ്തു എന്നാ പറയുന്നത്? വിലയിരുത്തി. ഇന്ത്യൻ സ്കോളേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഡെവലപ്ഡ് എ ക്രിറ്റിക്കൽ വ്യൂ ഓഫ് വെസ്റ്റേൺ കൾച്ചർ. അതായത് വെസ്റ്റേൺ കൾച്ചറിനെ, പാശ്ചാത്യ സംസ്കാരത്തെ വിമർശിക്കുന്നതിലൂടെ ഇന്ത്യൻ സ്കോളേഴ്സും ലീഡേഴ്സും ഇന്ത്യൻ കൾച്ചർ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. ദേ ആൾസോ ക്രിറ്റിക്കലി എക്സാംഡ് ദയർ ഓവൺ കൾച്ചർ. അതായത് അതിലൂടെ ഇന്ത്യൻ കൾച്ചറിനെ ഡെവലപ്പ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. ദേ കൾച്ചറൽ കണ്ടസ്റ്റ് ഹെൽപ്ഡ്, അതേപോലെ തന്നെ കൾച്ചറൽ കണ്ടസ്റ്റ് ഹെൽപ്ഡ് സ്കോളേഴ്സ് ഐഡന്റിഫൈയിങ് സ്ട്രെങ്തൻ ആൻഡ് വീക്ക്നെസ് ഓഫ് ബോത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് ഭാഗങ്ങളിലെ സംസ്കാരപരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിനൊക്കെ ഇന്ത്യൻ സ്കോളേഴ്സ് പരിശ്രമിച്ചിരുന്നു. കൾച്ചറൽ കണ്ടസ്റ്റ് ഹെൽപ്ഡ് സ്കോളേഴ്സ് ഐഡന്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ബോത്ത് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്. ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിലെ സാംസ്കാരികമായിട്ടുള്ള പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്തു? ഇന്ത്യൻ സ്കോളേഴ്സ് ഐഡന്റിഫൈ ചെയ്യുകയും അത് ശക്തിപ്പെടുത്താൻ അതിനു വേണ്ട സഹായം നൽകുകയും ചെയ്തു. As a result, scholarly description of both Oriental and Western cultures emerged. അങ്ങനെ ഇതിന്റെ ഫലമായി കിഴക്കു പടിഞ്ഞാറ് ഭാഗങ്ങളിൽ വിവിധ വിവരണങ്ങൾ, പലതരത്തിലുള്ള ഓറിയന്റേഷണൽ ആയിട്ടുള്ള സാംസ്കാരിക വിവരണങ്ങൾ രൂപപ്പെടുന്നതിനും കാരണമായി. ഇതാണ് വളരെ ലളിതമായി, അത്രയും ലളിതമായിട്ടാണ് ടീച്ചർ ഈ 10 പോയിന്റ്സ് ആക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്.
കൾച്ചറൽ എൻകൗണ്ടർ ഈസ്റ്റ് ആൻഡ് വെസ്റ്റ്, ഇന്ത്യയുടെ കിഴക്കു പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ ഉണ്ടായ സാംസ്കാരികപരമായിട്ടുള്ള മാറ്റത്തെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കഷൻ നടത്തിയത്. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുണ്ടായിരുന്നത്. അടുത്ത ടോപ്പിക്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഈ ഒരു യൂണിറ്റിലെ ലാസ്റ്റ് ഒരു എസ്സേ ടോപ്പിക്കിലേക്ക് തന്നെയാണ് പോകുന്നത്. 2 എസ്സേ കേട്ടോ ഇതിൽ പറഞ്ഞു തന്നത് ടീച്ചർ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തത് നോക്കൂ, ഏതാണ് ഈ എസ്സേന്ന്? ദ അസിമിലേറ്റീവ് ലിബറൽ ആൻഡ് കൾച്ചറൽ നാഷണലിസ്റ്റ് ഇമാജിനേഷൻ ഓഫ് ഇന്ത്യ. അതായത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള ദേശീയ ചിന്തകൾ ഉൾക്കൊണ്ട് ഇരുന്നത് ആരൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലൂടെ ഡിസ്കഷൻ നടത്താൻ പോകുന്നത്. ഇന്ത്യയുടെ സാംസ്കാരികപരമായിട്ടും സ്വാതന്ത്ര്യപരമായിട്ടും സമന്വയപരമായിട്ടുള്ള ദേശീയ ചിന്തകൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചവരെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് ടോപ്പിക്കിലൂടെ അനലൈസ് ചെയ്യുന്നത്. നമുക്കറിയാം, രവീന്ദ്രനാഥ ടാഗോർ, ഗാന്ധിജി, മഹാത്മാഗാന്ധിജി, അതേപോലെ തന്നെ ജവഹർലാൽ നെഹ്റു, അംബേദ്കർ, ഇത്രയും ആളുകളാണ് ഇന്ത്യയുടെ ഇന്ത്യയെ നാഷണൽ ഫീലിംഗിലേക്കും ദേശീയപരമായിട്ടും സ്വതന്ത്രപരമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള ആശയങ്ങൾ ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ പ്രധാനപ്പെട്ട നാഷണലിസ്റ്റ് ലീഡേഴ്സാണ് ആരൊക്കെ? രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ. ഇതിൽ അംബേദ്കറിനെ കുറിച്ച് വല്ലാതെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 4ാമത്തെ യൂണിറ്റിൽ വളരെ കൃത്യമായിട്ട് ലൈവിലും അതേപോലെ തന്നെ റെക്കോർഡിംഗ് ക്ലാസ്സിലും അംബേദ്കറെ കുറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ജസ്റ്റ് ഒന്നും കൂടി ടീച്ചർ ഡിസ്കഷൻ ചെയ്താറുണ്ട്. അപ്പോൾ നമുക്ക് രവീന്ദ്രനാഥ ടാഗോറിലേക്ക് പോകാം. ടാഗോർ ഇമാജിൻഡ് ഇന്ത്യ ഓഫ് അസിമിലേറ്റീവ്, കോസ്മോപൊളിറ്റൻ, ലിബറൽ, സെക്യുലർ ആൻഡ് ഹ്യൂമാനിസ്റ്റിക്. ടാഗോർ ഇന്ത്യയെ സമന്വയപരവും സാർവലൗകികപരവും ഉദാരപരവും മനുഷ്യസ്നേഹപരവുമായിട്ടാണ് കണ്ടത്. ടാഗോർ ഇമാജിൻഡ് ഇന്ത്യ ഓഫ് അസിമിലേറ്റീവ്, കോസ്മോപൊളിറ്റൻ, ലിബറൽ, സെക്യുലർ, ഹ്യൂമാനിസ്റ്റിക്. ഒരു സമന്വയപരവും അതേപോലെ തന്നെ സാർവലൗകികപരവും അതേപോലെ തന്നെ ലിബറൽ ഉദാരപരവും മതേതരപരവും അതേപോലെ തന്നെ ഹ്യൂമാനിസ്റ്റിക് മനുഷ്യസ്നേഹപരമായ രീതിയിലാണ് ടാഗോർ ഇന്ത്യയെ ഇമാജിൻ ചെയ്തത്. ഹിസ് പോയം ഭാരത് തീർത്ഥ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു പോയമായിരുന്നു ഹിസ് പോയം ഭാരത് തീർത്ഥ. പ്രസന്റ് ഇന്ത്യ ആസ് എ മീറ്റിംഗ് പ്ലേസ് ഓഫ് ഡൈവേഴ്സ് പീപ്പിൾ ആൻഡ് കൾച്ചേഴ്സ്. ഭാരത തീർത്ഥ എന്ന കവിതയിൽ ഇന്ത്യക്ക് വിവിധ ജനവിഭാഗങ്ങൾ ഒന്നിക്കുന്ന പുണ്യഭൂമിയായിട്ടാണ് അവതരിപ്പിച്ചത്. ഇന്ത്യയിലെ ജനങ്ങൾ സാംസ്കാരികപരമായിട്ടും അതേപോലെ തന്നെ ഡൈവേഴ്സ്ഡ് കൺട്രിയാണ്, വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഈ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഈ നാട് അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ സാംസ്കാരികപരമായിട്ടും വളരെയധികം വൈവിധ്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാവരും ഒന്നിച്ചു ചേരുന്നതാണ് അദ്ദേഹം ഏത് കവിതയിലൂടെ അവതരിപ്പിച്ചത്? ഭാരത് തീർത്ഥ എന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പോയത്തിലൂടെ അദ്ദേഹം നമ്മളിലേക്ക് നൽകിയത്. His poem Bharat Tirtha present India as a meeting place of diverse people and cultures. And then he believed India welcomed Aryan, non-Aryan, Dravidian, Afghan, Mughal and others. അതായത് ആര്യന്മാരെയും അതേപോലെ തന്നെ നോൺ ആര്യന്മാരെയും ദ്രാവിഡന്മാരെയും അഫ്ഗാനികളെയും മുഗളന്മാരെയും ഒക്കെ ഇന്ത്യ സ്വീകരിച്ചു എന്നാണ് ആര് പറയുന്നത്? ടാഗോർ പറയുന്നത്. ഇവരൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലേക്ക് വന്നവരായിട്ടാണ് അദ്ദേഹം പറയുന്നത്. ഇവരേനൊക്കെ ഇന്ത്യ 2 കൈ കൊണ്ടും സ്വീകരിച്ചു. ഹി ബിലീവ്ഡ് ഇന്ത്യ വെൽക്കംഡ്. അദ്ദേഹം വിശ്വസിച്ചു ഇന്ത്യ ആരെയൊക്കെ വെൽക്കം ചെയ്തത്? ആര്യൻ, നോൺ ആര്യൻ, ദ്രവീഡിയൻ, അഫ്ഗാൻ, മുഗൾ ആൻഡ് അതേഴ്സ്. ടാഗോർ സ്ട്രെസ്ഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്. വൈവിധ്യത്തിലെ ഐക്യത്തിനു വേണ്ടിയും
അതേപോലെ തന്നെ യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതേപോലെ സാർവത്രികമായ സാഹോദര്യം നിലനിർത്തുന്നതിനും അദ്ദേഹം വളരെയധികം സ്ട്രെസ് ചെയ്തു, പ്രചോദനം നൽകി. ടാഗോർ സ്ട്രെസ്ഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആൻഡ് യൂണിവേഴ്സൽ ബ്രദർഹുഡ്, അതായത് ഒരു വൈവിധ്യത്തിലൂടെയുള്ള ഐക്യത്തിനു വേണ്ടിയും സാർവത്രികമായ സാഹോദര്യത്തിനു വേണ്ടിയും ടാഗോർ സ്ട്രെസ് ചെയ്തു. ഹി ഒപ്പോസ്ഡ് സോഷ്യൽ ഈവിൽ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് റിജിഡ് ഓർത്തഡോക്സി. അദ്ദേഹം എന്തിനൊക്കെയാണ് എതിർത്തത്? എന്തൊക്കെ കാര്യങ്ങളെയാണ് അദ്ദേഹം എതിർത്തത്? സാമൂഹികപരമായിട്ടുള്ള അനീതിക്കും, കാസ്റ്റ് ജാതിക്കും, ഡിസ്ക്രിമിനേഷൻ ചൂഷണത്തിനും, ഓർത്തഡോക്സി അതേപോലെ തന്നെ അനാചാരങ്ങൾക്കൊക്കെ അദ്ദേഹം വളരെയധികം ശക്തമായി എതിർത്തു. ഹി ഒപ്പോസ്ഡ് സോഷ്യൽ ഈവിൽ, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ആൻഡ് റിജിഡ് ഓർത്തഡോക്സി. ആൻഡ് ദെൻ ഈസ് നോവൽ, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു നോവലായിരുന്നു ഗോറ. കവിത ഏതാണ്? ഭാരത് തീർത്ത. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിത ഭാരത് തീർത്ത. അതേപോലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നോവലാണ് ഗോറ. ഹിസ് നോവൽ ഗോറ ക്രിറ്റിക്കലി എക്സാമിൻഡ് ഓർത്തഡോക്സി ആൻഡ് ഐഡന്റിറ്റി. ഗോറ എന്ന നോവലിലൂടെ ഈ ഓർത്തഡോക്സലായിട്ടുള്ള, അതായത് വളരെ ഇടുങ്ങിയ ചിന്താഗതിയെ അദ്ദേഹം വളരെ വ്യക്തമായി വിമർശിച്ചിരുന്നു. ഇപ്പൊ ഏത് നോവലിലൂടെയാണ് അദ്ദേഹം ഈ ഓർത്തഡോക്സ് തോട്ടിനെ വിമർശിച്ചത്? ഗോറ എന്ന നോവലിലൂടെ. ആൻഡ് ദെൻ ടാഗോർ സ്ട്രോങ്ലി കണ്ടമെൻഡ് ബ്രിട്ടീഷ് എക്സ്പ്രഷൻ ആൻഡ് ദ ജാലിയൻ വാലാബാഗ് മാസ്ക്രേ. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ പീഡനങ്ങളും ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെയും അദ്ദേഹം ശക്തമായി എന്ത് ചെയ്തു? അപലപിച്ചു, ശക്തമായി എതിർത്തു. ടാഗോർ സ്ട്രോങ്ലി കണ്ടംഡ് ബ്രിട്ടീഷ് റിപ്രഷൻ ആൻഡ് ജാലിയൻ വാലാബാഗ് മാസ്ക്രേ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലെ ഒരുപാട് ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ മരണപ്പെട്ടിരുന്നു. അതിനെയൊക്കെ അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ ഭരണരീതിയെയും ഈ ഒരു ജാലിയൻ വാലാബാഗ് മാസ്ക്രേയൊക്കെ അദ്ദേഹം വളരെ ശക്തമായി എന്ത് ചെയ്തു? എതിർത്തു, അപലപിച്ചു. ഹി വേവ്ഡ് ഇന്ത്യൻ സിവിലൈസേഷൻ ആസ് സിൻക്രറ്റിക് ആൻഡ് പ്ലൂറാലിസ്റ്റിക്. ഇന്ത്യൻ സംസ്കാരം ഒരു സമന്വയപരവും ബഹുസ്വരവുമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അദ്ദേഹം അതിനെ ഒരു കാഴ്ചപ്പാടിലൂടെ കണ്ടു. ഹി വ്യൂഡ് ഇന്ത്യൻ സിവിലൈസേഷൻ ആഫ് സിൻക്രറ്റിക് ആൻഡ് പ്ലൂറാലിസ്റ്റിക്. ഇന്ത്യൻ സംസ്കാരം ഒരു സമന്വയപരവും ബഹുസ്വരവുമാണെന്ന് ടാഗോർ വിശ്വസിച്ചു. ടാഗോർ ഒപ്പോസ്ഡ് അഗ്രസീവ് വെസ്റ്റേൺ അറ്റംപ്റ്റ് ടു ഹോമോജനൈസ് കൾച്ചർ. അതേപോലെ തന്നെ വ്യത്യസ്ത സംസ്കാരങ്ങളെ ബലമായി ഏകീകരിക്കാൻ ശ്രമിച്ച പാശ്ചാത്യ സമീപനത്തെ അദ്ദേഹം ശക്തമായി എതിർത്തു. ടാഗോർ ഒപ്പോസ്ഡ് അഗ്രസീവ് വെസ്റ്റേൺ അറ്റംപ്റ്റ് ടു ഹോമോജനൈസ് കൾച്ചർ. വ്യത്യസ്ത സംസ്കാരങ്ങളെ ബലമായി ഏകീകരിക്കാൻ ശ്രമിച്ച പാശ്ചാത്യ സമീപനത്തെ അദ്ദേഹം, വെസ്റ്റേൺ കൾച്ചറിനെ അദ്ദേഹം ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. അത്രയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ടെസ്റ്റിൽ പറയുന്നുണ്ടെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് മാത്രമാണ് ടീച്ചർ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. ഇനി നമുക്ക് മഹാത്മാഗാന്ധിജിയെ കുറിച്ച് പറയാം. ഗാന്ധിജിയെ കുറിച്ചൊന്നും അധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളുടെ അറിവ് എന്ന് പറയുന്നത് അത് അൺലിമിറ്റഡ് ആണ്. ഗാന്ധിജി കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി വളരെയധികം നേതൃത്വം വഹിച്ചൊരു മഹാനായ വ്യക്തിയാണ് മഹാത്മാഗാന്ധി. അതുകൊണ്ട് തന്നെ എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, ഹൈ സ്റ്റുഡൻസ്, നമ്മൾ നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാഷണലിസ്റ്റ് ലീഡേഴ്സിനെ കുറിച്ചാണ് ഡിസ്കഷൻ നടത്തിയത്. അതിൽ നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി നമ്മൾക്ക് പറയാനുള്ളത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിജിയെ കുറിച്ചാണ്. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് ഇവിടെ എഴുതിയിട്ട പോയിന്റുകളേക്കാൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താൻ ഞാൻ ഏകദേശം കുറച്ച് അത്യാവശ്യം പോയിന്റുകൾ മാത്രമേ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളൂ. ഗാന്ധിജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല, അൺലിമിറ്റഡ് ആണ്. കാരണം അത് ലിമിറ്റില്ല. അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നാഷണലിസ്റ്റ് ലീഡറാണ് ആരെ? മഹാത്മാഗാന്ധിജി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നാഷണലിസ്റ്റ് മൂവ്മെൻറ്റിന്, ദേശീയ പ്രസ്ഥാനത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഗാന്ധിജി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് നമ്മൾ ഇവിടെ ഈ ഒരു ടോപ്പിക്കിലൂടെ ഡിസ്കഷൻ നടത്തുന്നത്. ശ്രദ്ധിക്കൂ. ഇന്ത്യൻ സിവിലൈസേഷൻ ഈസ് അസിമിലേറ്റീവ് ആൻഡ് ഇൻക്ലൂസീവ്, നോട്ട് പ്യുവർലി ഹിന്ദു. അതായത്
ഗാന്ധിജിയുടെ കൺസെപ്റ്റ് പ്രകാരം ഇന്ത്യൻ സിവിലൈസേഷൻ, ഇന്ത്യൻ നാഗരികത എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ഒരു ഏകീകരണ സ്വഭാവമുള്ളതാണ്. അതൊരിക്കലും ഒരു ഹിന്ദു മാത്രമല്ല, ഹിന്ദുത്വത്തിൽ ഉൾക്കൊള്ളുന്നതല്ല, അതൊരു ഏകീകരണ സ്വഭാവമുള്ളതായിട്ടാണ് ഗാന്ധിജി അതിനെ കണക്കാക്കുന്നത്. ഒരു പ്യുവർലി ഹിന്ദുത്വമല്ല ഇന്ത്യൻ നാഗരികത എന്ന് പറയുന്നത്, അതൊരു ഏകീകരണത്തിൽ നിലനിൽക്കുന്ന, യൂണിറ്റിയിലൂടെ നിലനിൽക്കുന്ന ഒന്നാണ് എന്നാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. ഇന്ത്യൻ സിവിലൈസേഷൻ അസിമിലേറ്റീവ് ആൻഡ് ഇൻക്ലൂസീവ്, നോട്ട് പ്യുവർലി ഹിന്ദു, അതൊരിക്കലും ഒരു ഹിന്ദുത്വം മാത്രമല്ല. And then next point, freedom movement aim was not expelling the British but integrating all into Indian society. സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം ബ്രിട്ടീഷുകാരെ പുറത്താക്കലല്ല, ഇന്ത്യയെ എല്ലാവരും ഒന്നിപ്പിക്കുക എന്നതും കൂടിയായിരുന്നു. അവരേനെ ഫ്രീഡം മൂവ്മെന്റ് എയിം ഓഫ് നോട്ട് എക്സ്പെല്ലിംഗ് ദ ബ്രിട്ടീഷ്, അവരെ ഇവിടെ നിന്ന് പുറത്താക്കുക എന്നത് മാത്രമല്ല ഈ ഫ്രീഡം മൂവ്മെന്റിന്റെ ലക്ഷ്യം. ഗാന്ധിജിക്ക് പിന്നെ എന്തായിരുന്നു? ഇൻ്റഗ്രേറ്റിംഗ് ഓൾ ഇൻ ടു ഇന്ത്യൻ സൊസൈറ്റി, ഇന്ത്യൻ സമൂഹത്തെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഒരുമിപ്പിക്കുക എന്നതായിരുന്നു ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം. ആൻഡ് ദെൻ തേർഡ് പോയിന്റ്, ഇന്ത്യ ബിലോങ് ടു ഓൾ റിലീജിയൻ ആൻഡ് കമ്മ്യൂണിറ്റി ലിവിങ് ഇൻ യൂണിറ്റി. അതേപോലെ പിന്നെ തേർഡ് പോയിന്റിൽ പറയുകയാണ്, ഇന്ത്യയിൽ താമസിക്കുന്ന എല്ലാ മതങ്ങളും സമൂഹങ്ങളും എങ്ങനെയാണ്? സഹോദരി സഹോദരന്മാരാണ്. മാത്രമല്ല യൂണിറ്റി, ഒരുമയോടെ നിലകൊള്ളണം. ഇന്ത്യ ബിലോങ് ടു ഓൾ റിലീജിയൻ ആൻഡ് കമ്മ്യൂണിറ്റി ലിവിങ് ഇൻ യൂണിറ്റി. ഇന്ത്യയിലെ ഓൾ റിലീജിയൻ, എല്ലാ മതങ്ങളും എല്ലാ കമ്മ്യൂണിറ്റികളും എങ്ങനെ നിലകൊള്ളണം എന്നാണ് ഗാന്ധി ആഗ്രഹിച്ചത്? യൂണിറ്റി, ഒരുമയോടെ നിലകൊള്ളണം. ട്രൂ നാഷണലിസം ഡസ് നോട്ട് ഇന്റർഫിയർ വിത്ത് അതേഴ്സ് ഫെയ്ത്ത്. അതേപോലെ തന്നെ യഥാർത്ഥ ദേശീയത മറ്റുള്ളവരുടെ മതത്തിൽ ഇടപെടലല്ല. അതായത് മറ്റുള്ളവരുടെ വിശ്വാസത്തിലേക്ക് കടന്നു ചെല്ലലല്ല ദേശീയത. ദേശീയത എന്ന് പറയുന്നത് രാജ്യത്തിന് വേണ്ടി നീക്കി വെക്കേണ്ട ഒന്നാണ്. അപ്പോൾ ട്രൂ നാഷണാലിസം, സത്യസന്ധമായ ദേശീയത എന്ന് പറയുന്നത് ഡസ് നോട്ട് ഇന്റർഫിയറൻസ് വിത്ത് അതേഴ്സ് ഫെയ്ത്ത്, മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിലേക്കുള്ള കടന്നുകയറ്റമല്ല യഥാർത്ഥത്തിലുള്ള ദേശീയത എന്നാണ് ഗാന്ധിജി വ്യക്തമാക്കിയത്. ആരുടെയും ജീവിതത്തിലേക്കും മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്കും ഇന്റർഫിയറൻസ് ആവുന്നതല്ല ഒരിക്കലും ഒരു സത്യസന്ധമായ ദേശീയത എന്നാണ് ഗാന്ധിജി വ്യക്തമാക്കിയത്. ഫേവേർഡ് വില്ലേജ് ഓട്ടോണമി ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി. അതേപോലെ തന്നെ ഗ്രാമ സ്വയംഭരണം ഗാന്ധി പിന്തുണച്ചിരുന്നു. ഫേവേർഡ് വില്ലേജ് ഓട്ടോണമി, ഗ്രാമത്തിലൂടെയുള്ള സ്വയംഭരണത്തെ അദ്ദേഹം പിന്തുണയ്ക്കുകയും അതേപോലെ തന്നെ അഗ്രികൾച്ചർ, കോട്ടേജ് ഇൻഡസ്ട്രി, കൃഷിയും ഗ്രാമ വ്യവസായങ്ങൾക്കും പ്രാധാന്യം നൽകുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടൊക്കെയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കണം, നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആകണം, സ്വയം പര്യാപ്തമാകണം. അതുകൊണ്ടാണ് അദ്ദേഹം ചർക്കയൊക്കെ സ്വയം നെയ്തുകൊണ്ട് ആളുകൾക്കൊരു മാതൃകയായി മാറിയത്. അതുകൊണ്ടാണ് അദ്ദേഹം വില്ലേജ് ഓട്ടോണമിയെ സപ്പോർട്ട് ചെയ്യുകയും അതേപോലെ അഗ്രികൾച്ചർ ആൻഡ് കോട്ടേജ് ഇൻഡസ്ട്രി, കൃഷിയെയും അതേപോലെ തന്നെ കുടിൽ വ്യവസായങ്ങളെയും അദ്ദേഹം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഒപ്പോസ്ഡ് ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ, പ്രൊമോട്ടഡ് സ്പിന്നിംഗ് വീൽ ഓഫ് റൂറൽ സപ്പോർട്ട്. വലിയ വ്യവസായവൽക്കരണത്തിന്, ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ അദ്ദേഹം എതിർക്കുക ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ്? ഹെവി ഇൻഡസ്ട്രിയലൈസേഷൻ, വലിയ തോതിലുള്ള വ്യവസായവൽക്കരണത്തിൽ ആരെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം? ഫോറിൻ കൺട്രികളെ ഡിപ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഫോറിൻ പവേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എതിർത്തതിനാലാണ്, ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്, ഗാന്ധിജിക്ക് അതിൽ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം ഹെവി ഇൻഡസ്ട്രിയെ ഒപ്പോസ് ചെയ്തത്. മാത്രമല്ല പ്രൊമോട്ടഡ് സ്പൈനിങ് വീൽ ഓഫ് റൂറൽ സപ്പോർട്ട്. അതേപോലെ തന്നെ അദ്ദേഹം നമ്മളുടെ ഇവിടെയുള്ള ഗ്രാമീണ മേഖലയിലുള്ള പല കാര്യങ്ങളെയും അദ്ദേഹം എന്ത് ചെയ്യുക ചെയ്തത്? പ്രൊമോട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. ആൻഡ് ദെൻ അടുത്ത പോയിന്റ്, സപ്പോർട്ടഡ് സെൽഫ് സഫിഷ്യൻസി, ഡിജിനിറ്റി ആൻഡ് ഇൻഡിവിജ്വൽ ഓട്ടോണമി. സ്വയം പര്യാപ്തത, അതേപോലെ തന്നെ ഡിജിനിറ്റി, ഇൻഡിവിജ്വൽ ഓട്ടോണമി, അതേപോലെ തന്നെ വ്യക്തി സ്വാതന്ത്ര്യം എന്നിവയിലൊക്കെ അദ്ദേഹം വളരെയധികം സപ്പോർട്ട് ചെയ്തു. സെൽഫ് സഫിഷ്യൻസിയെയും
ഡിജിനിറ്റിയെയും മാനവികതയെയും ഇൻഡിവിജ്വൽ ഓട്ടോണമിയെയും ഒക്കെ ഗാന്ധിജി വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. അതേപോലെ പിന്നീട് പൊളിറ്റിക്കൽ പവർ ഈസ് ഓൺലി എ മീൻസ് ടു സെർവ് പീപ്പിൾ നോട്ട് ആൻ എൻഡ്. രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് ജനസേവനത്തിനുള്ള ഒരു മാർഗം മാത്രമാണ്. പൊളിറ്റിക്കൽ പവർ ഈസ് ഓൺലി എ മീൻസ് ടു സെർവ് പീപ്പിൾ. രാഷ്ട്രീയ അധികാരം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നാ പറയുന്നത്? പീപ്പിൾസിനെ സെർവ് ചെയ്യാൻ, പീപ്പിൾസിനെ ജനങ്ങളെ സേവിക്കാനുള്ളതാണ് പൊളിറ്റിക്കൽ പവർ. നോട്ട് ആൻ എൻഡ്. അതല്ലാതെ അത് ഒരു മാർഗമായി അത് എൻഡായിട്ട് കാണരുത്. നമ്മളുടെ ജീവിതമാർഗത്തിനുള്ളതല്ല പൊളിറ്റിക്കൽ പവർ. പൊളിറ്റിക്കൽ പവർ ജനങ്ങളെ സേവിക്കാനാണ് എന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധിജി അഭിപ്രായപ്പെട്ടത്. പൊളിറ്റിക്കൽ പവർ ഈസ് ഓൺലി എ മീൻസ് ടു സെർവ് പീപ്പിൾ. ജനങ്ങളെ സേവിക്കാനാണ് രാഷ്ട്രീയ ശക്തി, അതല്ലാതെ നമ്മുടെ മാർഗത്തിനുള്ളതല്ല. നോട്ട് ആൻ എൻഡ്. അത് നമ്മുടെ മാർഗത്തിനുള്ളതല്ല. And then next point, ideal state equals self regulated society with minimal government. അതേപോലെ അദ്ദേഹം ഐഡിയൽ സ്റ്റേറ്റ്, എന്താ ഐഡിയൽ സ്റ്റേറ്റ് പറഞ്ഞാൽ ഒരു ആശയപരമായ സമൂഹം. എങ്ങനെ? സെൽഫ്, സ്വയം. അതെങ്ങനെയായിരിക്കും? റെഗുലേറ്റഡ് സൊസൈറ്റി വിത്ത് ഒരു ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഐഡിയൽ സമൂഹത്തിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്. നമുക്ക് നമ്മുടേതായ ഒരു ഗവൺമെന്റ്, നമ്മുടേതായ ഒരു ആശയം, നമ്മുടേതായ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കായിരുന്നു ഗാന്ധിജി ഇമ്പോർട്ടൻ്റ് കൊടുത്തിരുന്നത്. And then last point, believed in principles, government is best which govern least. മാത്രമല്ല ബിലീവ്ഡ് ഇൻ പ്രിൻസ്, അദ്ദേഹം വിശ്വസിച്ചിരുന്ന ഒരു ആശയം എന്ന് പറയുന്നത് എന്താണ്? ഗവൺമെന്റ് ഈസ് ബെസ്റ്റ് വിച്ച് ഗവേൺ ലീസ്റ്റ്. അതായത് ചെറിയ രീതിയിൽ ഭരണം നടത്തുന്ന സർക്കാരാണ് ഏറ്റവും നല്ലത്. വലിയ ഷോ കാട്ടിയിട്ട് കാര്യമല്ല. ഗവൺമെന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഭരണം നടത്തുക, കുറഞ്ഞ ഭരണം നടത്തുന്ന സർക്കാരാണ് ഏറ്റവും നല്ലത് എന്ന സിദ്ധാന്തം പിന്തുടർന്നു. അങ്ങനെ ഇവിടെ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കുറഞ്ഞ ഭരണം, അങ്ങനെയല്ല ഗാന്ധിജി ഉദ്ദേശിക്കുന്നത്. ചെയ്യുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക, മറ്റുള്ളവരുടെ മുന്നിൽ ഇത് കാണിക്കാനല്ല ഓരോ ഗവൺമെൻറ്റും അഡ്മിനിസ്ട്രേഷൻ ഫോളോ ചെയ്യേണ്ടത് എന്നാണ് ആരിവിടെ വ്യക്തമാക്കിയത്? നമ്മുടെ മഹാത്മാഗാന്ധിജി. അതേപോലെ തന്നെ ഗാന്ധിജി പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരുപാട് മൂവ്മെൻറ്റുകൾ നമുക്കറിയാം അല്ലേ? ഉപ്പു സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, അതേപോലെ തന്നെ ജാലിയൻ വാലാബാഗ് മാസ്കർ, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് അദ്ദേഹം പാർട്ടിസിപ്പേറ്റ് ആയിട്ടുള്ള ഒരുപാട് മൂവ്മെൻറ്റുകളും സോഷ്യൽ മൂവ്മെൻറ്റുകളും അതേപോലെ തന്നെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് വേറെയും ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അതും കൂടി നിങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിക്കണം. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇവിടെ എഴുതിയിട്ടിട്ടുള്ളൂ, പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റ്സുകൾ മാത്രം. അതിലും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നെഹ്റുവിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നോക്കൂ, നെഹ്റു സോ ഇന്ത്യ ആസ് എ പ്ലൂറൽ ആൻഡ് ഡൈവേഴ്സ് നേഷൻ. അദ്ദേഹം ഇന്ത്യയെ എങ്ങനെയാണ് കണ്ടത്? ഒരു ഡൈവേഴ്സ് നേഷൻ. എന്താ ഡൈവേഴ്സ് നേഷൻ എന്ന് പറഞ്ഞാൽ വൈവിധ്യമുള്ള രാജ്യം. നമുക്കറിയാം നമ്മുടെ രാജ്യത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് വൈവിധ്യം എന്ന് പറയുന്നത്. സാംസ്കാരികമായിട്ടും റിലീജിയനായിട്ടും വസ്ത്രധാരണ രീതിയായാലും മറ്റ് കൾച്ചറായാലും എല്ലാ കാര്യങ്ങളിലും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡൈവേഴ്സിഫൈഡ് കൺട്രിയാണ്. പക്ഷേ നമ്മളെല്ലാവരും എന്താണ്? യൂണിഫൈഡ്. ഇറ്റ് ഈസ് ഫോളോവഡ് സെക്കുലർ കൺട്രി. നമ്മൾ എന്താണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്? സെക്കുലർ, മതേതര രാഷ്ട്രം. അത് ഇന്ത്യയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നെഹ്റു പറയാണ് നമ്മുടെ രാജ്യം ഒരു ഡൈവേഴ്സ് ആണ്, ഒരു വൈവിധ്യമുള്ള രാജ്യമാണ്. And then next point, considered it a melting pot of races and cultures. അദ്ദേഹം പല ജാതികളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്നത് കൊണ്ട് ഒരു സാംസ്കാരിക മെൽറ്റിംഗ് പോട്ട് എന്നാണ് പറയുന്നത്. അതായത് ഒരു പല ജാതികളും പല സംസ്കാരങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട് അദ്ദേഹം അതിനെ ഒരു മെൽറ്റിംഗ് പോട്ടായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അഡ്മിറേഡ് ഇന്ത്യ ജോഗ്രഫിക്കൽ ആൻഡ് കൾച്ചറൽ വെറൈറ്റി.
ഇന്ത്യയുടെ ജോഗ്രഫിക്കലായാലും സാംസ്കാരികമായാലും ഇന്ത്യയുടെ വൈവിധ്യത്തെ അദ്ദേഹം അഡ്മിറേഡ് ചെയ്തു പറഞ്ഞാൽ എന്താ, ഇന്ത്യയുടെ ജോഗ്രഫിക്കലായിട്ടാണെങ്കിലും കൾച്ചറലായിട്ടാണെങ്കിലും ഈ ഒരു സവിശേഷതയെ അദ്ദേഹം പ്രശംസിച്ചു. ഏതൊരാളും ഇന്ത്യയുടെ കൾച്ചറിനെ എന്ത് ചെയ്യുള്ളൂ, അഡ്മിറേഡ് ചെയ്യുള്ളൂ. കാരണം അത്രയധികം വൈവിധ്യം നിറഞ്ഞൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അതേപോലെ തന്നെ അദ്ദേഹം എന്താണ് ഹൈലൈറ്റ് ചെയ്തത്, ഹൈലൈറ്റഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഫ്രം വില്ലേജ് ടു ഹിമാലയ. അതേപോലെ തന്നെ നമ്മുടെ ഹിമാലയത്തിൽ, അതായത് ഇവിടെ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിച്ചത് എന്താണ്, ഗ്രാമങ്ങളിൽ നിന്ന് ഹിമാലയം വരെ ഐക്യത്തിന്റെ വൈവിധ്യത്തെ അദ്ദേഹം എടുത്തുകാട്ടി. ഹൈലൈറ്റഡ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ഫ്രം വില്ലേജ് ടു ഹിമാലയ. അതായത് ഗ്രാമങ്ങളിൽ നിന്നും ഹിമാലയം വരെയുള്ള ഐക്യത്തെ, യൂണിറ്റിയെ അദ്ദേഹം നെഹ്റു എന്ത് ചെയ്തു, ഹൈലൈറ്റ് ചെയ്യുക പറഞ്ഞ എന്താണ്, എടുത്തുകാട്ടി. ആൻഡ് ദെൻ അടുത്തതായിട്ട് എന്താ പറയുന്നത്, പോയിന്റ് നോക്കൂ. ഇന്ത്യ ഹാൻ എസെൻഷ്യൽ യൂണിറ്റി ഡെസ്പൈറ്റ് കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ ആൻഡ് റേസ് ഡിഫറൻസസ്. ജാതി, വർഗം, മതം, വംശം തുടങ്ങിയ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടും ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്തെന്നെയാണ്, യൂണിറ്റിയാണ്. അതായത് ഇന്ത്യ ഹാസ് എസെൻഷ്യൽ യൂണിറ്റി ഡെസ്പൈറ്റ് കാസ്റ്റ്, ക്ലാസ്, റിലീജിയൻ ആൻഡ് റേസ്. വർഗം, ജാതി, വർഗം, മതം, വംശം. ജാതി, വർഗം, മതം, വംശം എന്നിവയിലൊക്കെ ഡിഫറൻസ് നിലനിന്നിട്ട് പോലും ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ത്യയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് യൂണിറ്റി തന്നെയാണ്. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, എ ലോങ് ഷെയർഡ് കൾച്ചർ ക്രിയേറ്റ് എ കോമൺ നാഷണൽ സ്പിരിറ്റ് എമംഗ് ഓൾ നാഷൻ. അതേപോലെ തന്നെ ദീർഘകാലം പങ്കിട്ട സംസ്കാരം ഇന്ത്യക്കാരിൽ സാമൂഹിക ദേശീയമായൊരു ആത്മാവിനെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. എ ലോങ് ഷെയർഡ് കൾച്ചർ ക്രിയേറ്റ് എ കോമൺ നാഷൻ സ്പിരിറ്റ് എമംഗ് ഓൾ ഇന്ത്യൻ. ദീർഘകാലം പങ്കിട്ട നമ്മുടെ ഈ സംസ്കാരം ഇന്ത്യക്കാരിൽ സാമൂഹികമായ ഒരു ദേശീയ നാഷണൽ സ്പിരിറ്റ് എന്ന ഒരു ദേശീയമായ ഒരു ആത്മാവ് നമ്മളിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അതേപോലെ തന്നെ To build a strong future, India must rely on deep cultural foundation. അതേപോലെ തന്നെ ശക്തമായി അദ്ദേഹത്തിന് എന്ത് നിർമ്മിക്കാൻ സാധിച്ചു, ടു ബിൽഡ് സ്ട്രോങ് ഫ്യൂച്ചർ ഇന്ത്യ മസ്റ്റ് റിലേ ഓൺ ഡീപ്പ് കൾച്ചറൽ ഫൗണ്ടേഷൻ. അതായത് നമ്മുടെ ശക്തമായ ഭാവി നിർമ്മിക്കാൻ ഇന്ത്യക്ക് ആഴത്തിലുള്ള സംസ്കാരത്തിൻ്റെ അടിത്തറ ആവശ്യമാണ്. നമുക്ക് ശക്തമായിട്ട് നമുക്കൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാൻ, ടു ബിൽഡ് എ സ്ട്രോങ് ഫ്യൂച്ചർ, ഒരു ശക്തമായ ഭാവി ഇന്ത്യക്ക് രൂപം കൊടുക്കണമെങ്കിൽ എന്താവശ്യമാണ്, കൾച്ചറൽ ഫൗണ്ടേഷൻ, ആഴത്തിലുള്ള സാംസ്കാരികമായ അടിത്തറ ആവശ്യമാണ്. ശക്തമായിട്ടുള്ള ഒരു ഭാവി നിർമ്മിക്കണമെങ്കിൽ, ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സാംസ്കാരികപരമായിട്ടുള്ള ഒരു അടിത്തറ ആവശ്യമാണ്. ഭാരത് മാതാ, the people of India, not land or symbol alone. എന്താ അവിടെ പറയുന്നത്, ഭാരത് മാത, പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ജനത. ഇതൊക്കെ ആയിരുന്നു എന്ത്, ഭാരത് മാത, ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നോട്ട് ലാൻഡ് ഓർ സിംബൽ അലോൺ. ഇത് മാത്രല്ല ഭൂമിയുടെ പ്രതീകമായിട്ട് അദ്ദേഹം കണ്ടത് വിക്ടറി ടു ഭാരത് മാത, മീൻസ് വിക്ടറി ടു ദ മാസസ്. ഭാരതമാതയ്ക്ക് വിജയം എന്നത് അത് ജനങ്ങളുടെ വിജയം എന്നാണ്. വെറും ഒരു ഭാരതമാത, ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് മാത്രമല്ല അദ്ദേഹം വീക്ഷിച്ചത്. ആ ഭാരതമാത എങ്ങടെ എത്തണം എന്നാണ് അദ്ദേഹം വീക്ഷിച്ചത്. വിക്ടറി ടു ഭാരതമാ, വിക്ടറി പറഞ്ഞാൽ എന്താ, വിജയം പ്രാപിക്കുക. ഭാരതമാതയ്ക്ക് വിജയം, അത് ജനങ്ങളുടെ വിജയമാണ് എന്നാണ് ആര്യ പ്രസ്താവിച്ചത്, നമ്മുടെ നെഹ്റു. വിക്ടറി ടു ഭാരതമാത മീൻസ് വിക്ടറി ടു ദ മാസസ്. ഭാരതമാതയുടെ വിജയമാണ് ഇവിടുത്തെ മാസസ്. വിക്ടറി ടു ദ മാസസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങളുടെ വിജയമെന്ന് നെഹ്റു വ്യക്തമാക്കി. ആൻഡ് ദെൻ യൂണിറ്റി ഇൻ ഇന്ത്യ ഈസ് ഇന്റേണൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ, നോട്ട് ഇമ്പോസ്ഡ് ഫ്രം ഔട്ട്സൈഡ്. ഇന്ത്യയിലെ ഐക്യം അകത്തു നിന്ന് വളർന്നതും ചരിത്രപരവുമാണ്, അല്ലാതെ അത് പുറത്തു നിന്നുള്ളതല്ല.
ഇപ്പം യൂണിറ്റി ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ യൂണിറ്റി എന്ന് പറയുന്നത് ഇന്റേണൽ ആണ്, അത് ഹിസ്റ്റോറിക്കലാണ്. ഒരിക്കലും അത് നോട്ട് ഇമ്പോസ്ഡ് ഫ്രം ഔട്ട്സൈഡ്, അതൊരു പുറത്തു നിന്നും രൂപം കൊണ്ടതല്ല. ഇന്ത്യയുടെ യൂണിറ്റി ഒരിക്കലും ഔട്ട്സൈഡിൽ നിന്നും രൂപം കൊണ്ടതല്ല. അത് എവിടെ നിന്ന് രൂപം കൊണ്ടതാണ്? ഇന്റേണൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ. ഇന്ത്യൻ സിവിലൈസേഷൻ ആൾവേസ് ഷോവ്ഡ് ടോളറൻസ് ഫോർ ഡൈവേഴ്സ് ബിലീഫ് ആൻഡ് കസ്റ്റം. അതേപോലെ തന്നെ ഇന്ത്യൻ സംസ്കാരം വിവിധ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും സഹിഷ്ണുത പുലർത്തി. ഇന്ത്യൻ സിവിലൈസേഷൻ ആൾവേസ് ഷോവ്ഡ് ടോളറൻസ് ഫോർ ഡൈവേഴ്സ് ബിലീഫ് ആൻഡ് കസ്റ്റം. ഇന്ത്യൻ സംസ്കാരം വിവിധ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഒക്കെ എന്ത് പുലർത്താൻ സഹായകമായി? സഹിഷ്ണുത പുലർത്തുന്നതിന് കാരണമായി. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗാന്ധിജിയുടെ ഐഡിയാസുകളായാലും നെഹ്റുവിൻ്റെ ഐഡിയാസുകളായിട്ടും പറയാനുള്ളത് കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഡിസ്കഷൻ നടത്താനുള്ളത് അംബേദ്കറെ കുറിച്ചാണ്. അംബേദ്കറെ കുറിച്ചൊക്കെ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഷോർട്ടായിട്ട് നമുക്ക് ഡിസ്കഷൻ നടത്താം. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ ഈ യൂണിറ്റിലെ ലാസ്റ്റ് ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നാഷണൽ ലീഡേഴ്സിനെ കുറിച്ചാണ് ഡിസ്കഷൻ നടത്തിയത്. അതിൽ രവീന്ദ്രനാഥ ടാഗോർ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള നാഷണൽ ലീഡേഴ്സിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഇനി ഇതിൽ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നാഷണൽ ലീഡറാണ് ഡോക്ടർ അംബേദ്കർ, ഡോക്ടർ BR അംബേദ്കർ. അംബേദ്കറിനെ കുറിച്ച് നമ്മൾ സോഷ്യോളജി ഓഫ് ഇന്ത്യ എന്ന ആ ബുക്കിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് പോരാടിയിരുന്നത് എന്നും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എന്തായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിലുപരി നമ്മുടെ ഭരണഘടനയുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രധാനപ്പെട്ട ശില്പിയായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. കാരണം നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ഭരണഘടന എഴുതി തിട്ടപ്പെടുത്തി തന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകൾ അൺലിമിറ്റഡ് ആണ്, വാക്കുകളില്ല. കാരണം അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മഹാനായ വ്യക്തിയാണ് ഡോക്ടർ BR അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളൊക്കെ നമ്മൾ അതായത് സോഷ്യോളജി ഓഫ് ഇന്ത്യ ഫസ്റ്റ് എന്ന ബുക്കിൽ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിൻ്റെ പഠനം എങ്ങനെയായിരുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കഷൻ നടത്തിയതാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷോർട്ടായി എഴുതിയിട്ടിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കടക്കാം. നോക്കൂ, അതായത് Ambedkar aimed to build a social order in India based on equality and justice. അതായത് ഇന്ത്യയിൽ സമത്വവും നീതിയും അടിസ്ഥാനമായ ഒരു സാമൂഹിക വ്യവസ്ഥ സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അംബേദ്കർ എയിംഡ് ടു ബിൽഡ് എ സോഷ്യൽ ഓർഡർ ഇൻ ഇന്ത്യ ബേസ്ഡ് ഓൺ ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ്. ഇക്വാലിറ്റിയും ജസ്റ്റിസും സമത്വവും നീതിയും നിലനിൽക്കുന്ന ഒരു സാമൂഹിക ക്രമം സൃഷ്ടിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. He was deeply disturbed by caste division in Indian society. അദ്ദേഹത്തിന് എന്ത് ഡിസ്റ്റർബ് ചെയ്തു എന്നാ പറയുന്നത്? ജാതി വിഭജനങ്ങൾ അദ്ദേഹത്തെ വളരെയധികം എന്ത് ചെയ്തു? ഡിസ്റ്റർബ്ഡ് ആക്കി. അതായത് അദ്ദേഹത്തിന് ഏറെ ആശങ്കപ്പെടുത്തി. വാസ് ഡീപ്ലി ഡിസ്റ്റർബ്ഡ് ബൈ കാസ്റ്റ് ഡിവിഷൻ ഇൻ ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിലെ ജാതി വ്യവസ്ഥ അംബേദ്കറെ വളരെയധികം ആശങ്കാജനകമാക്കി എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. He argued that a nation cannot be real if different social classes are oppressed. അതേപോലെ തന്നെ പല സാമൂഹിക വിഭാഗങ്ങളും അടിച്ചമർത്തപ്പെട്ടിരിക്കുമ്പോൾ ഒരു രാഷ്ട്രം യാഥാർത്ഥ്യമാകില്ലെന്ന് അദ്ദേഹം വാദിച്ചു. He argued that a nation cannot be real if different social classes are oppressed. അതായത് പല സാമൂഹിക വർഗങ്ങളും ഒപ്രസ് ചെയ്യുമ്പോൾ, അടിച്ചമർത്തപ്പെടുമ്പോൾ ഒരു രാജ്യം ഒരു രാജ്യത്തിൻ്റെ പുനഃസൃഷ്ടിക്ക് സാധ്യമാകില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫ്രീഡം ഓഫ് ദ നാഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഫ്രീഡം ഫോർ ഓൾ ക്ലാസസ് എസ്പെഷ്യലി ദ ഒപ്രസ്ഡ്.
അതേപോലെ തന്നെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യം എല്ലാ വിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് ആർക്ക് ലഭിക്കണം എന്നാ പറയുന്നത്? പീഡിതർക്കാണ് ലഭിക്കപ്പെടേണ്ടത്. ഫ്രീഡം ഓഫ് ദ നാഷൻ മസ്റ്റ് ഇൻക്ലൂഡ് ഫ്രീഡം ഫോർ ഓൾ ക്ലാസസ് എക്സ്പെഷ്യലി ദ ഒപ്രസ്ഡ്. അടിച്ചമർത്തപ്പെടുന്നവർക്കാണ് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കേണ്ടത് എന്ന് അദ്ദേഹം വാദിച്ചു. അങ്ങനെ അടിച്ചമർത്തപ്പെടുന്നവർക്കും ചൂഷണിതരായി ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നവർക്കും വേണ്ടിയാണ് ആര് വാദിച്ചത്? ഡോക്ടർ അംബേദ്കർ വാദിച്ചത്. He defined nationality as a feeling of unity that over ideas, economic and social differences. അതേപോലെ തന്നെ ദേശീയമായ സാമ്പത്തിക സാമൂഹിക വ്യത്യാസങ്ങളെ മറികടക്കുന്ന ഐക്യബോധമാണെന്ന് അദ്ദേഹം നിർവചിച്ചു. അതേപോലെ തന്നെ ദേശീയത എന്ന് പറയുന്നത് ഏതിനും അപ്പുറമായിരിക്കണം. സാമൂഹികമായിട്ടും സാമ്പത്തികപരമായിട്ടുള്ള ഡിഫറൻസസുകളേക്കാൾ മുകളിലായിരിക്കണം എന്ത്? യൂണിറ്റി ആൻഡ് നാഷണാലിറ്റി. ദേശീയതയും യൂണിറ്റിയും സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാൾ എന്തായിരിക്കണം? അതിനേക്കാൾ മുകളിലായിരിക്കണം എന്ന് അദ്ദേഹം വാദിച്ചു. കാരണം നാഷണാലിറ്റിയും യൂണിറ്റിയും നിലനിൽക്കുമ്പോഴേ എന്തും നമ്മുടെ രാജ്യത്ത് നിലനിർത്താൻ സാധിക്കുള്ളൂ. എക്കണോമിക് ആൻഡ് സോഷ്യൽ സിറ്റുവേഷൻ, സാമൂഹികമായിട്ടും സാംസ്കാരികപരമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കണമെങ്കിൽ ഏതിനപ്പുറമായിരിക്കണം? നാഷണാലിറ്റിയും യൂണിറ്റിയും ഇവിടെ എങ്ങനെ ആയിരിക്കണം? വളരെയധികം അവ നിലനിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങൾ നിറവേറ്റപ്പെടുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറയാനുള്ള കാരണം? ഹി ഡിഫൈൻഡ് നാഷണാലിറ്റി ആസ് എ ഫീലിംഗ് ഓഫ് യൂണിറ്റി ദാറ്റ് ഓവർ ഐഡിയാസ്, എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡിഫറൻസസ്. സാമ്പത്തികവും സാമൂഹികമായ വ്യത്യാസങ്ങളെക്കാൾ മറികടന്നുകൊണ്ടായിരിക്കണം ദേശീയതയും യൂണിറ്റിയും ഉണ്ടായിരിക്കേണ്ടത് എന്ന് അദ്ദേഹം വാദിച്ചു. Nationality also separates those who belong from those who do not share that feeling. അതേപോലെ തന്നെ ദേശീയത ഐക്യബോധമുള്ളവരെ ഒന്നിപ്പിക്കുകയും മറ്റുള്ളവരിൽ നിന്നും വേർതിരിക്കുകയും ചെയ്യുന്നു. നാഷണാലിറ്റി എന്ത് ചെയ്യപ്പെടുന്നു? ഐക്യബോധം ഉണ്ടാക്കുന്നതിന് കാരണമാവുകയും അതേപോലെ തന്നെ വ്യത്യാസം കാണുന്നവരെ എന്ത് ചെയ്യുന്നു? അത് വേർതിരിക്കുകയും ചെയ്യുന്നു. നാഷണാലിറ്റി ആൾസോ സെപ്പറേറ്റ് ദോസ് ഹു ബിലോങ് ഫ്രം ദോസ് ഹു ഡു നോട്ട് ഷെയർ ദാറ്റ് ഫീലിംഗ്. അതായത് ദേശീയത ഐക്യബോധമുള്ളവരെ ഒന്നിപ്പിക്കുന്നതിനും മറ്റുള്ളവരെ വേർതിരിക്കുന്നതിനും കാരണമാകുന്നു. ഇക്വാലിറ്റി ഫോർ ഓൾ സെക്ഷൻ ഈസ് എസെൻഷ്യൽ ഫോർ ട്രൂ നാഷണൽഹുഡ്. അതേപോലെ തന്നെ ഇക്വാലിറ്റി, എല്ലാവരിലേക്കും സമത്വം സൃഷ്ടിക്കുക എന്നതായിരിക്കണം യഥാർത്ഥത്തിലുള്ള ട്രൂ ആയിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥപരമായ എസെൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഇക്വാലിറ്റി, സമത്വം നിലനിർത്തുക എന്നതായിരിക്കണം. ആൻഡ് ദെൻ എല്ലാ വിഭാഗങ്ങൾക്കും സമത്വം ഉറപ്പാക്കണം എന്നതായിരിക്കണം ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ആൻഡ് ദെൻ ലാസ്റ്റ് പോയിന്റ്, ഇന്ത്യൻ നാഷണലിസം വാസ് ബോത്ത് ആന്റി കൊളോണിയൽ ആൻഡ് ആന്റി കാസ്റ്റ് ഒപ്രഷൻ. ഇന്ത്യൻ ദേശീയത ആന്റി കൊളോണിയൽ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും ആന്റി കാസ്റ്റ് പറഞ്ഞാൽ അതായത് ജാതീയപരമായിട്ടുള്ള തരംതിരിവിനെതിരെയുമായിരുന്നു. ഇന്ത്യൻ നാഷണലിസം വാസ് ബോത്ത് ആന്റി പറഞ്ഞാൽ എതിർക്കുക. എന്തിനെ എതിർത്തു ഇന്ത്യൻ നാഷണലിസം? കൊളോണിയൽ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഭരണകൂടത്തെയും ജാതി വ്യവസ്ഥയെയും ഇന്ത്യൻ നാഷണലിസം എന്ത് ചെയ്തു? എതിർത്തു. ഹി ബിലീവ്ഡ് ഇന്റേണൽ സോഷ്യൽ ഇൻഇക്വാലിറ്റി വീക്കൻ നാഷണൽ യൂണിറ്റി. അതേപോലെ തന്നെ ആഭ്യന്തര അസമത്വം, ഇൻഇക്വാലിറ്റി രാജ്യത്തിന്റെ യൂണിറ്റി നശിക്കാൻ കാരണമാകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഹി ബിലീവ്ഡ് ഇന്റേണൽ സോഷ്യൽ ഇൻഇക്വാലിറ്റി വീക്കൻസ് നാഷണൽ യൂണിറ്റി. വീക്കൻസ് നാഷണൽ യൂണിറ്റി പറഞ്ഞാൽ എന്താ? നാഷണൽ യൂണിറ്റി വീക്കൻസ് ആവും, നശിക്കപ്പെടും. എന്തിവിടെ? അതായത് സാമൂഹികമായ അസമത്വമാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതെങ്കിൽ നാഷണൽ യൂണിറ്റി വീക്കൻസ്, അതായത് തകർക്കപ്പെടുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിപ്പോൾ നമ്മളിപ്പോൾ ആരെയൊക്കെ കുറിച്ച് ഇതിൽ ഡിസ്കഷൻ ചെയ്തു. രവീന്ദ്രനാഥ ടാഗോർ, നെഹ്റു, മഹാത്മാഗാന്ധി, നെഹ്റു, അംബേദ്കർ തുടങ്ങിയ ആളുകളുടെ പ്രധാനപ്പെട്ട ഐഡിയോളജികളാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് മറ്റൊരു ചാപ്റ്ററിലേക്ക്, അതായത് സെക്കൻഡ് യൂണിറ്റിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ.